എല്ലാവർക്കും ഇൻസ്പയർഡ് സോൾസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്ന വിഷയം എന്ന് പറയുന്നത് ബുദ്ധിസത്തിൽ എങ്ങനെ ഒരു വ്യക്തി മോക്ഷത്തിൽ എത്തിച്ചേരുന്നു, അതിനുള്ള മാർഗങ്ങൾ ബുദ്ധ എന്താണ് പറയുന്നത്, അത് എങ്ങനെ നമ്മുടെ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മളെ അത് സഹായിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുമ്പോൾ ബുദ്ധിസത്തിൽ ഒരു മോക്ഷത്തിൻ്റെ അവസ്ഥ എന്ന് ബുദ്ധൻ പറയുന്നത് നിർവാണയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് മനുഷ്യരെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദുഃഖിതരായിട്ടിരിക്കുന്ന ആളുകളാണെന്ന്. എന്തുകൊണ്ടാണ് മനുഷ്യരെല്ലാവരും ദുഃഖിതരായിട്ടിരിക്കുന്നത്? അവർ ദുഃഖിതരായിട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും ഒരു ഡിസയർ ഉള്ളത് കൊണ്ടാണ്. എന്താണ് ഈ ഡിസയർ? ഡിസയർ പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യന്റെ ഉള്ളിലുള്ളത്. ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസയർ, പണത്തിന് വേണ്ടിയിട്ടുള്ള ഡിസയർ, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഡിസയർ, കംഫർട്ട്, സുഖത്തിന് വേണ്ടിയിട്ടുള്ള ഡിസയർ, അങ്ങനെ പല രീതിയിൽ മനുഷ്യർ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ സമൂഹത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം പൗരാണികമായിട്ട് പറയുന്ന ഒരു കാര്യമല്ല ഇത്. ഈ പൗരാണികമായിട്ടുള്ള ഒരു കാര്യത്തിന് ഇന്നത്തെ ഒരു യുഗത്തിൽ കൂടി വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇൻ ദ സെൻസ്, അതായത് ഇന്നത്തെ ലോകത്തിൽ നമ്മളും കംഫർട്ടിന് വേണ്ടിയിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. പലതും വെട്ടിപ്പിടിക്കാനായിട്ടും പണ്ടുകാലത്ത് രാജാക്കന്മാരായാലും അവരായാലും ശ്രമിച്ചുകൊണ്ടിരുന്നത് സ്വന്തം ജീവിതത്തെ സുസ്ഥിരമാക്കുക, സുഖസമൃദ്ധിയിലാക്കുക എന്നുള്ള കാര്യങ്ങളാണ് ആളുകൾ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ മറ്റുള്ളവരുടെ ലൈഫിനെ കൂടി നമ്മൾ നമ്മളായിട്ട് ബന്ധപ്പെട്ടിട്ട ആളുകളുടെ ലൈഫ് കൂടെ നമ്മൾ സുഖസമൃദ്ധമായിട്ട് ഒരു കംഫർട്ട് ലൈഫിലേക്ക് വരിക എന്നുള്ളതാണ്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എ ചെയിൻ ഓഫ് ആക്ഷൻ. ഒരു കംഫർട്ടിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കും, മറ്റൊരു കംഫർട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കംഫർട്ട് ആഫ്റ്റർ കംഫർട്ട് ഇറ്റ് ബിക്കംസ് എൻലെസ്. സോ ടു സ്റ്റോപ്പ് ദ എൻലെസ് സൈക്കിൾ ഓഫ് ഡിസയേഴ്സ്, അതിനു വേണ്ടിയിട്ടാണ് ബുദ്ധൻ ചില കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ടു സ്റ്റോപ്പ് ദിസ് എൻലെസ് സൈക്കിൾസ് ഓഫ് ഡിസയേഴ്സ് ബുദ്ധൻ പറയുന്ന ഒരു കാര്യമാണ് അഷ്ടാംഗ മാർഗ എന്ന് പറയുന്നത്. അപ്പൊ ഈ അഷ്ടാംഗ മാർഗ ശരിയായ രീതിയിൽ ഫോളോ ചെയ്യുന്നത് വഴിയായിട്ട് നമുക്ക് ബുദ്ധൻ പറയുന്ന ആ ഒരു നിർവ്വാണയിലേക്ക് അല്ലെങ്കിൽ ആ ഡിസയർലെസ്നെസ്സിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇതിലെ ചില അഷ്ടാംഗ മാർഗ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്ന അഷ്ടാംഗ മാർഗത്തിൽ വരുന്ന റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്. നമുക്കൊരു റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്, ശരിയായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ നോബിൾ ട്രൂത്ത്സ് എന്താണ് ബുദ്ധൻ പറയുന്നത്, ആ നോബിൾ ട്രൂത്ത്സ് ഫോളോ ചെയ്യുന്നത് വഴി എങ്ങനെ ഡിസയർലെസ്നെസ്സിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഫസ്റ്റ് ബുദ്ധൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ വരുന്ന റൈറ്റ് തോട്ട്, ശരിയായിട്ടുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പലപ്പോൾ ക്രൂക്കഡ് തോട്ട്സ് ഉണ്ടായിരിക്കാം, അങ്ങനെ പല രീതിയിലുള്ള തോട്ട്സ് ഉണ്ടായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു വ്യക്തി ഇന്നത്തെ ഒരു ആധുനിക യുഗത്തിൽ നമ്മൾ മറ്റു വ്യക്തികളുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ മൾട്ടിപ്പിൾ തോട്ട്സ് ആർ പ്രോസസ്സിങ് ഇൻ അവർ ബ്രെയിൻ. സോ മെനി കൈൻഡ് ഓഫ് തോട്ട്സ് ആർ ഗോയിങ് ഓൺ ഇൻ അവർ മൈൻഡ്. മേ ബി ഹൗ ടു ടാക്കിൾ ദാറ്റ് പേഴ്സൺ, ഓർ ഹൗ ടു അവോയ്ഡ് ദിസ് പേഴ്സൺ, ഓർ ഹൗ ക്യാൻ ഐ ബി നൈസ് വിത്ത് ദാറ്റ് പേഴ്സൺ. ലൈക്ക് ദിസ് so many kind of varieties of thoughts are going on in our mind because of the certain previous experiences and the interaction with the society. അപ്പോൾ ഇതിനെല്ലാം മാറ്റി നിർത്തി ഒരു സിംഗിൾ തോട്ടിലേക്ക്, ഒരു ശരിയായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് കടന്നു വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സിംഗിൾ പോയിന്റഡ്നെസ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു റൈറ്റ് തോട്ട് അബൌട്ട് ദ അതർ പേഴ്സൺ. ദ അതർ പേഴ്സൺ ഈസ് നോട്ട് someone who is to be manipulated or who is to be thought upon so much like that. The other person is also like me, the reflection of me. Okay, there is also God in him or her. So this kind of right thought should be developed inside the mind of the person. Then there is also, after the right thought, there is also right action. We have to do the right action, right performance of the events in our everyday life. And so there we have to avoid we have to avoid saying lies. നമ്മൾ നുണ പറയുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം. പക്ഷെ നുണ പറയേണ്ടി വരേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ വരുന്നുണ്ട്. അതായത് നമ്മുടെ ജോലിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെ കുറിച്ച്. അപ്പോൾ ഇതിൽ ചില നുണ പറയുന്ന ആ ഒരു കാര്യത്തെ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് കൂടി ബുദ്ധ അഭിപ്രായപ്പെടുന്നുണ്ട്. അവിടെ റൈറ്റ് ആക്ഷൻ്റെ ഭാഗമായിട്ട് വരാവുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പോൾ നമ്മൾ റൈറ്റ് തോട്ട്, റൈറ്റ് ആക്ഷൻ, അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് റൈറ്റ് ലൈവ്ലിഹുഡ്.
എങ്ങനെ ഒരു ശരിയായിട്ടുള്ള ഒരു ജീവിതചര്യ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാം, ഒരു ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമുക്ക് ചുറ്റും നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ വെറൈറ്റികളായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും മണി സെൻറ്റേഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകൾ, കംഫർട്ട് സെൻറ്റേഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകൾ. അപ്പം ഇതിൽ നിന്നും മാറി നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഒരു പക്വതയുള്ളതായിട്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, സൈക്കോളജിക്കലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു റൈറ്റ് ലൈവ്ലിഹുഡ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ വരുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റൈറ്റ് മൈൻഡ്ഫുൾനെസ്. നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് അവെയർ ആവേണ്ടിയിരിക്കുന്ന ഒരവസ്ഥ. എത്രത്തോളം നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് അവെയർ ആകും. നമ്മളെപ്പോഴും പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ച് അവെയർ ആവാനായിട്ട് പറ്റാതെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു റൈറ്റ് രീതിയിലൂടെ നമ്മളെ തന്നെ ഒന്ന് എന്താ പറയുക, നമ്മുടെ തന്നെ ഉൾക്കണ്ണുകൾ തുറക്കുന്നത് വഴി നമുക്ക് റൈറ്റ് അവെയർനെസ് കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും നമ്മുടെ സറൗണ്ടിങ്സിനെ കുറിച്ച്. അതോടൊപ്പം തന്നെ വരുന്ന വേറൊരു കാര്യമാണ് റൈറ്റ് കോൺസെൻട്രേഷൻ സാധ്യമാകുന്നത് വഴി നമുക്ക് ഒരു ശരിയായിട്ടുള്ള ഒരു മെമ്മറി, ശരിയായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഫോക്കസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഒരു റൈറ്റ് ഫോക്കസ് നമ്മുടെ ലൈഫിനെ കുറിച്ച് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന വേറൊരു കാര്യമാണ് റൈറ്റ് എഫർട്ട്. നമ്മൾ ശരിയായ രീതിയിൽ അതിനു വേണ്ടി പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. ശരിയായിട്ടുള്ള പ്രയത്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടുന്നത് വഴി നമുക്ക് ഈ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു നിർവ്വാണയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും എന്നൊക്കെയാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ ഒരു 8 കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് വഴി നമുക്ക് നിർവ്വാണയിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഡെയിലി ലൈഫിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് അതിനുള്ള ഒരു ജ്ഞാനം അല്ലെങ്കിൽ ഒരു വിജ്ഞാനം നമ്മൾ ആർജിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ജ്ഞാനം ആർജിച്ചെടുക്കേണ്ടതിനായിട്ട് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. വി ഹാവ് ടു ലുക്ക് വിത്തിൻ അവർ സെൽഫ്. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ നോക്കണം. നമ്മുടെ ആ ഒരു എന്താ പറയുക, സോഷ്യൽ ഐഡൻറ്റിറ്റിയേക്കാൾ കൂടുതൽ സോഷ്യലായിട്ട് നമ്മൾ ഇന്ന വ്യക്തിയാണ്, ഞാൻ ഷാൻ ബേബി, ഞാൻ ഇന്ന സ്ഥലത്തു നിന്ന് വരുന്നു, ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ എന്താണ്, ഹൂ ആം ഐ എന്നുള്ള ഒരു ചോദ്യത്തെ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുകയും അതിലെ കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ, ഇതിനൊരു ബുക്ക് പോലെ, നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ അതിലെന്താണ് കാര്യങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്ന പോലെ, നമ്മുടെ സെൽഫിനെ ഒരു ബുക്ക് പോലെ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ, അതിനെ മനസ്സിലാക്കിയെടുക്കുമ്പോൾ, അതിൻ്റെ ചിന്തകളെയും ധാരണകളെയും എല്ലാം മനസ്സിലാക്കിയെടുക്കും, അതിലേക്കുള്ള വെളിച്ചം കിട്ടിക്കഴിയുമ്പോൾ നമുക്കതിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് വളരെ നിസ്തർക്കമായിട്ടുള്ള ഒരു കാര്യം. സോ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാം. പ്രാർത്ഥനയിലൂടെയും റീഡിങ്ങിലൂടെയും അല്ലെങ്കിൽ ഡെയിലി റിഫ്രഷൻസിലൂടെയും നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ഈ ഒരു അഷ്ടാംഗ മാർഗത്തിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമുക്കും ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്.